നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂമി വിവാദത്തിൽ ആരോപണ വിധേയനായ തോമസ് ചാണ്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച NCP. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിക്കെതിരെ നടപടി വേണ്ടെന്ന് TP പീതാംബരൻ മാസ്റ്റർ. തോമസ് ചാണ്ടിയെ വിമർശിച്ച മുജീബ് റഹ്മാനെ പുറത്താക്കി. ചാണ്ടിക്കെതിരെ സംസാരിച്ചാൽ നടപടിയെന്നും മുന്നറിയിപ്പ്. RSS മേധാവിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. വർഗീയ ശക്തികൾക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല കേരളം. മലയാളികളെ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട. ജനജീവിതം അലങ്കോലപ്പെടുത്തുന്നവർക്കെതിരെ നിർദാക്ഷിണ്യം നടപടി. ചാലക്കുടിയിലെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ കൊലപാതക കേസിന്റെ ചുരുളഴിയുന്നു. ഗൂഢാലോചന നടത്തിയ ചക്കര ജോണിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ്. ജോണി രാജ്യം വിട്ടോ എന്ന് ഉറപ്പില്ലെന്ന് പോലീസ്. ഗൂഢാലോചനയിൽ മറ്റു 3 പേർക്ക് കൂടി പങ്ക്. തൃപ്പൂണിത്തുറയിലെ വിവാദ യോഗ കേന്ദ്രത്തിനെതിരെ ഗുരുതര ആരോപണവുമായി രക്ഷപ്പെട്ട പെൺകുട്ടി. കേന്ദ്രത്തിൽ നിർബന്ധിത ഗർഭപരിശോധനയെന്ന പെൺകുട്ടിയുടെ മൊഴി പകർപ്പ് റിപ്പോർട്ടറിന്. ഓസ്ട്രേലിയക്കെതിരായ നാഗ്പൂർ ഏകദിനത്തിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് വിജയം. രോഹിത് ശർമ്മയ്ക്ക് സെഞ്ചുറി. പരമ്പര 4-1 ഇന്ത്യക്ക് സ്വന്തം. ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യ 1ാം സ്ഥാനത്ത് തിരിച്ചെത്തി. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി നിയമം ലംഘിച്ചതിന് തെളിവില്ലെന്ന് NCP നേതാക്കൾ വ്യക്തമാക്കി. പാർട്ടി തോമസ് ചാണ്ടിക്കൊപ്പമാണെന്ന് സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതലയുള്ള TP പീതാംബരൻ മാസ്റ്റർ പറഞ്ഞു. മന്ത്രിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചാൽ പാർട്ടി നടപടിയെടുക്കും. അച്ചടക്കം ലംഘിച്ചതിന് NYC മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുജീബ് റഹ്മാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായും TP പീതാംബരൻ മാസ്റ്റർ പറഞ്ഞു. പാർട്ടി അച്ചടക്കം നിരന്തരമായി ലംഘിച്ചുവെന്നതാണ് മുജീബ് റഹ്മാനെ പുറത്താക്കാനുള്ള കാരണമെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. NYC സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുജീബിനെ തോമസ് ചാണ്ടിക്കെതിരെ വിമർശനങ്ങളുടെ പേരിൽ നേരത്തെ തന്നെ പാർട്ടി ചുമതലകളിൽ നിന്ന് നീക്കിയിരുന്നു. ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് NYC മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ, NCP നേതാവ് ശ്രീ സലീം P. മാത്യു, കോൺഗ്രസ് നേതാവ് മുൻ MLA ശ്രീ A. ഷുക്കൂർ എന്നിവരാണ്. ആദ്യം ശ്രീ സലീം P. മാത്യു, ഇന്ന് മന്ത്രിക്ക് NCPയുടെ ക്ലീൻ ചിറ്റ് ലഭിച്ചുവല്ലോ. NCP പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? തോമസ് ചാണ്ടിയുടെ കയ്യേറ്റ വിവാദങ്ങളെ പറ്റി ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ മന്ത്രിക്ക് പാർട്ടി ക്ലീൻ ചിറ്റ് നൽകിയത്? അതോ അന്വേഷണമൊന്നും വേണ്ടാതെ തന്നെ തോമസ് ചാണ്ടി ഈ ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിനെതിരെ നിലനിൽക്കില്ല എന്ന് NCPക്ക് ബോധ്യം വന്നോ? എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം? തോമസ് ചാണ്ടിയുടെ പേരിൽ ചില ആരോപണങ്ങൾ ഉണ്ടായെന്നുള്ളതല്ലാതെ നാളിതുവരെ അദ്ദേഹം ഒരു കുറ്റം ചെയ്തതായി തെളിയിക്കപ്പെടുകയോ അതിനെ സ്വാധീകരിക്കുന്ന തെളിവുകളോ ഒന്നും തന്നെ ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് അന്വേഷണം നടക്കുന്നു, അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. വാർത്താ മാധ്യമങ്ങളിൽ പറയുന്ന ആരോപണങ്ങളല്ലാതെ തോമസ് ചാണ്ടിയുടെ പേരിൽ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പാർട്ടി 100% ഈ കാര്യത്തിൽ ഏതന്വേഷണവും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള തോമസ് ചാണ്ടിയുടെ നിലപാടിന് 100% പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പാർട്ടി ചെയ്തിരിക്കുന്നത്. പാർട്ടി അന്വേഷണം നടത്തിയിട്ടില്ല, എന്നാൽ തോമസ് ചാണ്ടി ഈ ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിന് മേൽ നിലനിൽക്കില്ല, വിവാദങ്ങൾക്ക് അതീതനാണ് എന്ന് NCP കണ്ടെത്തുന്നു. ശരി, ഇവിടെ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് ശ്രീ സലീം P. മാത്യു പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടിൻ്റെ അവസാനത്തെ പേജിൽ 5ാമത്തെ പേജിലെ ഒരു കണ്ടെത്തലുണ്ട്. കളക്ടറുടെ റിപ്പോർട്ടിലുള്ളതാണ്. ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം, അതായത് ഏതാണ്ട് ഒരു 22-ാം തീയതി 22/9/2017 അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ വകുപ്പ് കളക്ടർ കൈമാറിയിട്ടുള്ളതാണ്. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സെക്ഷൻ 3ന്റെ ലംഘനം വ്യക്തമായിരിക്കുന്നതിനാൽ കാരണം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നിയമ നടപടി സ്വീകരിക്കുന്നതിലേക്കുമായി വാട്ടർ വേൾഡ് ടൂറിസം മാനേജിംഗ് ഡയറക്ടറെ നേരിൽ കേൾക്കുവാൻ സമയം നിശ്ചയിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതാണ് റിപ്പോർട്ടിൻ്റെ അവസാനം കളക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ആ റിപ്പോർട്ടിൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ, അതായത് ആ റിപ്പോർട്ടിൻ്റെ കളക്ടറുടെ കണ്ടെത്തലിൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ കൂടിയുണ്ട്. ഇവിടെ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അനുമതിയില്ലാതെ നിലം നികത്തിയതായി മറ്റൊരു സ്ഥലത്ത്, ഈ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ കണ്ടെത്തൽ അതാണ്. അങ്ങനെയും ഉണ്ട്. അതുപോലെ ഈ ഭൂമി ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ 2008 റിസോർട്ടിലേക്ക് കരമാർഗം റോഡ് ഉണ്ടായിരുന്നില്ല.
2011 ശേഷം പടിപടിയായി അപ്രോച്ച് റോഡും പാർക്കിംഗ് ഏരിയയും ഉണ്ടായി. ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഭാഗമായി ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടി 2014 ശേഷം നിലം നികത്തൽ നടന്നിട്ടുണ്ട്. അത് വാട്ടർവേൽ ടൂറിസം കമ്പനിയുടെ ഉടമസ്ഥയിൽ ഉള്ള ലേക്ക് പാലസ് റിസോർട്ടിന്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് ആ നിലം നികത്തൽ നടത്തിയത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു നീർച്ചാൽ, ഈ റിസോർട്ടിന്റെ ഭാഗത്തുകൂടി ഒഴുകുന്ന നീർച്ചാൽ, അത് യാതൊരു അനുമതിയും കൂടാതെ അത് കല്ല് കെട്ടി തിരിക്കുകയും അതുപോലെ അതിൻ്റെ ഗതി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഈ മന്ത്രിക്കെതിരെ മാധ്യമങ്ങൾ പറയുന്നതല്ലല്ലോ ശ്രീ സലീം പി മാത്യു. ഇതൊക്കെ ആലപ്പുഴ ജില്ലാ കളക്ടർ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിലുള്ളതാണ്. താങ്കൾക്കും വായിച്ചു നോക്കാം. ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും മന്ത്രിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്തും മന്ത്രി കായൽ കയ്യേറ്റം നടത്തിയതായി പറയുന്നില്ല. ഉപഗ്രഹ ചിത്രങ്ങളുടെ അന്നത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്നത്തെ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ഇല്ല. പാർക്കിംഗ് ഏരിയയുടെ സ്ഥലം പോലും ഈ വാട്ടർവേൽ ടൂറിസം കമ്പനിയുടെ സ്ഥലമല്ല അത്. അതാണ് നിങ്ങൾ പറയും. വെറുതെ ഉപരിപ്ലവമായി ഈ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന സമീപനമാണ് ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ഭൂമിയുടെ ഘടനയിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ 3 ലംഘനം വ്യക്തമായിരിക്കുന്നു എന്ന് കളക്ടർ നിഗമനത്തിലെത്തുകയാണ്. കളക്ടറുടെ നിഗമനമാണത്. അതിന്മേൽ നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഇത് ഈ സ്ഥാപനം നികത്തിയതല്ല എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിൽ കളക്ടർക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടില്ല. കളക്ടർ പറയുന്ന ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഈ രേഖകളെ ഇങ്ങനെ അവിശ്വസിക്കാതെ ശ്രീ സലീം പി മാത്യു, എവിടെയാണ് കളക്ടർക്ക് സംശയം? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സെക്ഷൻ 3 ലംഘനം വ്യക്തമായിരിക്കുന്നതിനാൽ കാരണം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നിയമ നടപടി സ്വീകരിക്കുന്നതിലേക്കുമായി വാട്ടർവേൽഡ് ടൂറിസം മാനേജിംഗ് ഡയറക്ടറെ നേരിൽ കേൾക്കുന്നു. നിങ്ങളുടെ മന്ത്രിയുടെ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി ഈ മാനേജിംഗ് ഡയറക്ടറെ നേരിട്ട് വിളിപ്പിച്ചിരിക്കുന്നു. ഇവിടെ കളക്ടർക്ക് പ്രാഥമികമായി ബോധ്യപ്പെട്ടതല്ല, കളക്ടറുടെ നിഗമനമാണ്. ഈ റിപ്പോർട്ട് നിങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്യണം ശ്രീ സലീം പി മാത്യു. വെറുതെ മന്ത്രിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് ഒഴിയാതെ മറുപടി വേണ്ടേ? ആദ്യമായി പറയട്ടെ, ഇത് പ്രാഥമിക നിഗമനമാണ്. ഇത് ഗൂഗിൾ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഭൂമിയുടെ ഘടന മാറിയിരിക്കുന്നു, അവിടെ നിലം നികത്തിയതായി സംശയിക്കപ്പെടുന്നു എന്ന് കളക്ടർ പറയുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ വാട്ടർവേൽഡ് ടൂറിസം കമ്പനിക്ക് കളക്ടറെ ബോധ്യപ്പെടുത്താനുള്ള ആധികാരിക രേഖകൾ സമർപ്പിക്കും. 4-ാം തീയതിയാണ് രേഖകൾ സമർപ്പിക്കുന്നത്. അതിനിപ്പോൾ തന്നെ എടുത്തു ചാടി ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. വാട്ടർവേൽ ടൂറിസം കമ്പനിക്ക് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടാണ്. അതിൽ മന്ത്രിയുടെ സ്ഥാപനം നിലം നികത്തി എന്ന് പറയുന്നുണ്ട്. നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാനും പറഞ്ഞു. നിങ്ങളുടെ ആളുകളെ വിളിച്ചു. ആദ്യത്തെ ദിവസം രേഖകളൊന്നും കൊടുത്തില്ല. ഒരു സമയം കൂടി കളക്ടർ കൊടുത്തു. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് മന്ത്രിക്ക് പാർട്ടി ക്ലീൻ ചിറ്റ് നൽകുന്നത്? ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ അതിനുപോലും കാത്തു നിൽക്കാതെ മന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പാർട്ടി ഒരു അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഉണ്ടാകണമല്ലോ. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടോ എന്നാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. പാർട്ടിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യമാണിത്. കളക്ടർക്ക് ആദ്യ അന്വേഷണത്തിൽ പ്രാഥമിക നിഗമനത്തിൽ ബോധ്യമില്ലാത്തത് കൊണ്ടാണല്ലോ, ബോധ്യം വരാത്തത് കൊണ്ടാണല്ലോ ഇതിനെന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നത് വളരെ ലളിതമല്ലേ കാര്യം? അതുകൊണ്ട് പാർട്ടി 100% തോമസ് ചാണ്ടി പാർട്ടിയായി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ ഇങ്ങനെ നമ്മൾ ഈ ചെറിയ വാക്കുകളുടെ പേരിൽ തർക്കിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ കളക്ടർക്ക് എവിടെയാണ് ബോധ്യം വരാത്തത്? ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സെക്ഷൻ 3 ലംഘനം വ്യക്തമായിരിക്കുന്നതിനാൽ എന്ന് പറഞ്ഞാൽ അവിടെ കളക്ടർക്ക് എന്താണ് സംശയം? ബോധ്യപ്പെട്ടു, വ്യക്തമാണ്. പിന്നെ എവിടെയാണ് സംശയം? ശ്രീ സലീം പി മാത്യു, താങ്കൾ ഈ റിപ്പോർട്ട് വായിച്ചു നോക്കൂ. ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നതനുസരിച്ച് പിന്നെ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അവിടെ ഭൂമിയുടെ നികത്തൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നേരത്തെയുള്ള ഗൂഗിൾ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഇപ്പോഴുള്ള വഴിയുണ്ടായിട്ടുണ്ട്.
അവിടെ മറ്റു ചില ഭൂമിയുടെ ഘടന മാറിയിട്ടുണ്ട് എന്ന് കളക്ടർ പറയുന്നുണ്ട്. കളക്ടർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഈ പറയുന്ന വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിക്ക് എന്ത് ബോധ്യപ്പെടുത്താനുണ്ട്? അതാണല്ലോ നിയമം. അതല്ലേ അന്വേഷണം എന്ന് പറയുന്നത്. അല്ലാതെ പ്രഥമ ദൃഷ്ട്യാ അന്വേഷണം അവസാനിപ്പിക്കുകയല്ലോ കളക്ടർ ചെയ്ത്. വിശദമായ അന്വേഷണം നടക്കല്ലേ? ഇനി അധികം ദിവസം കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഈ കാര്യത്തെക്കുറിച്ച് ഈ കാര്യങ്ങൾ തോമസ് ചാണ്ടി പാർട്ടിയുടെ ഹൈക്കമാൻഡിനെയും സംസ്ഥാന നേതൃത്വം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 100% ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് പാർട്ടി 100%വും അദ്ദേഹത്തിന്റെ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അല്ല, ഇതിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഭൂമിയുടെ ഘടന മാറിയിട്ടുണ്ട്. അത് ഗൂഗിൾ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഭൂമിയുടെ ഘടന മാറിയിട്ടുണ്ട്. ഭൂമിയുടെ ഘടന വാട്ടർ വേൾഡ് റിസോർട്ടിന്റെ അല്ലെങ്കിൽ ലേക്ക് പാലസ് റിസോർട്ടിന്റെ നിർമ്മാണത്തിന് ശേഷം ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് മാറിയതല്ല, മാറ്റിയതാണ്. അവിടെയാണ് പാർക്കിംഗ് ഏരിയ നികത്തിയത്. 1. 2, അവിടെ ഈ നീർച്ചാലിന്റെ ഗതി മാറ്റിയത് രണ്ടാമത്തെ വിഷയം. അങ്ങനെ ഈ റോഡ് ശ്രീ സലീം ബി മാത്യു റോഡ് നിർമ്മിക്കുന്നത് പൊതു ആവശ്യത്തിലേക്കാണ് എങ്കിൽ ആ പൊതു ആവശ്യത്തിന് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള അനുമതി വാങ്ങിയിട്ടില്ല. അത് മറ്റൊരു വിവരാവകാശ രേഖ, വേറൊരു വിവരാവകാശ രേഖ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കളക്ടർ കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇതിനൊന്നും നിയമപരമായുള്ള അനുമതിയില്ല. ശ്രീ സലീം ബി മാത്യു, വെറുതെ തർക്കിക്കാം. പാർട്ടിക്ക് വേണമെങ്കിൽ NCPക്ക് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിനൊന്നും തടസ്സമൊന്നുമില്ല. നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് തർക്കിക്കുന്നത്. പക്ഷേ വസ്തുതകൾ അങ്ങനെയല്ല എന്ന് ഞാൻ പറയുകയായിരുന്നു. പാർക്കിംഗ് ഏരിയ ഇരിക്കുന്ന സ്ഥലം പോലും വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയുടെയോ തോമസ് ചാണ്ടിയുടേതോ അല്ല സ്ഥലം. അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. റോഡ് നിർമ്മിച്ചിരിക്കുന്ന തുറമുഖ വകുപ്പാണ്. ആ റിസോർട്ടുമായി യാതൊരു ബന്ധവുമില്ല. റിസോർട്ടിന്റെ അതിന് സമീപത്തോടെ ആ റോഡ് കടന്നു പോകുന്നേ ഉള്ളൂ. ഈ നികത്തൽ 2014 ശേഷമാണെന്ന് ഉപഗ്രഹ ചിത്രത്തിൽ വ്യക്തമാകുന്നുണ്ട്. ഇത് നിലവിൽ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലേക്ക് പാലസ് റിസോർട്ടിന്റെ പൂർണ്ണമായ ഉപയോഗത്തിലും നിയന്ത്രണത്തിലുമാണെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ആ റിപ്പോർട്ടിനെയാണ് വിശ്വസിക്കുന്നത്. താങ്കൾക്ക് താങ്കളുടെ മന്ത്രി പറയുന്നത് വിശ്വസിക്കാം. പക്ഷേ ഒരു അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യാനാണ് ശ്രീ സലീം ബി മാത്യു എനിക്ക് താല്പര്യം. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ, താങ്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ്? തോമസ് ചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനാണോ അതോ ഉഴവൂർ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിനാണോ? യഥാർത്ഥത്തിൽ NCPക്ക് താങ്കളെ പുറത്താക്കണമെന്ന് തോന്നാൻ ഇടയാക്കിയത് ഏത് സാഹചര്യമാണ്? ശ്രീ വിജയകുമാർ, ഇത് രണ്ടുമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നേതാവ്, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ ഉഴവൂർ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിവാദങ്ങൾ, ആ വിവാദങ്ങളിൽ വളരെ സജീവമായി ഞാൻ ഇടപെടുകയും മാധ്യമങ്ങളിൽ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അതിന് ആരോപണ വിധേയനായിട്ടുള്ള ആളിനെ സംരക്ഷിക്കുന്നത് മന്ത്രിയാണെന്നുള്ള കാര്യവും ഞാനന്ന് പറഞ്ഞിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായിട്ട് വന്നത് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ. നമുക്കറിയാം, സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മന്ത്രി അധികാരമേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രി സ്വജനപക്ഷപാതമോ അഴിമതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുവാനോ പാടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രീ സലീം ബി മാത്യു പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മന്ത്രിക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അറിവുമില്ല, മന്ത്രിയുടെ റിസോർട്ടിലേക്കല്ല ഇതൊന്നും പോയത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കും? ഞാൻ സലീം ബി മാത്യുവിനോട് ഒരു കാര്യം ചോദിക്കുന്നു. ഈ റിസോർട്ടിലേക്കുള്ള റോഡ്, ആ റോഡ് സീറോ ജെട്ടിയിലേക്കുള്ള റോഡ് കഴിഞ്ഞിട്ട് റിസോർട്ടിലേക്ക് തിരിയുന്ന ഭാഗത്ത് ടാർ ഇട്ടിരിക്കുന്നത് ആരാ? മറുപടി പറയണം. ആ ടാർ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ടാറല്ലേ? ആ ടാർ അവിടേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? അത് അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട് മാത്രമല്ലേ അവിടേക്ക് അത് വന്നിരിക്കുന്നത്? അതിനെ സംബന്ധിച്ച് താങ്കൾ പറയാൻ തയ്യാറാകണം. മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങൾ ഉയർന്നു വരികയാണ്, പുതിയ വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. ആ വിവാദങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ആ വിവാദങ്ങളിൽ ഞാൻ എൻ്റെ സജീവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ശ്രീ വിജയകുമാർ. പ്രത്യേകിച്ച് മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 24 സ്റ്റാഫുകളാണ് മന്ത്രിക്ക് ഇപ്പം നിലവിലുള്ളത്. ആ 24 പേരിൽ പാർട്ടി അംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന 4 പേരും പാർട്ടി കുടുംബത്തിൽ നിന്ന് വന്ന 2 പേരും അടക്കം 6 പേർ മാത്രമാണ്. ബാക്കി മുഴുവൻ പേരും എവിടെയാണ്? ബിനാമികളും
അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തി മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് എടുത്തവരുമാണ്. കുറെ പേര് റിസോർട്ടിലെ ജീവനക്കാരുണ്ട്. ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഒരു മന്ത്രിയുടെ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്തിട്ടില്ല, പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല, പാർട്ടിയുടെ ഔദ്യോഗികമായ കമ്മിറ്റികൾ കൂടിയിട്ടില്ല. ശ്രീ ഉഴവൂർ വിജയന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിനെ ഒന്ന് സ്മരിക്കാൻ പോലും എൻ്റെ പാർട്ടി നേതൃത്വത്തിന് സമയമില്ലാത്തത് കൊണ്ടല്ല. ആത്മാഭിമാനമുള്ള കേരളത്തിലെ NCP പ്രവർത്തകർക്കറിയാം, ശ്രീ ഉഴവൂർ വിജയന്റെ പേര് കേൾക്കുന്നത് സലീം പി മാത്യുവിനും അദ്ദേഹത്തിന്റെ നേതാവായിട്ടുള്ള തോമസ് ചാണ്ടി അടക്കമുള്ളവർക്ക് പരിഭ്രമമാണ്. അവർ ആ പേരിനെ ഭയക്കുന്നു. എന്താണ് അതിന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് മരിച്ചു ഇത്രയും ദിവസമായിട്ട് ഔദ്യോഗികമായി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമോ സംസ്ഥാന കമ്മിറ്റി യോഗമോ ചേർന്നിട്ട് എന്തുകൊണ്ട് ഒരു അനുശോചന സമ്മേളനം നടത്തിയില്ല? പറയാൻ തയ്യാറാകണം. മന്ത്രിയുടെ സ്റ്റാഫിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അവസാനമായിട്ട് 21/8/2017 ഒരു ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു സ്റ്റാഫിനെ നിയമിച്ചു. ചെങ്ങന്നൂര്. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാ. ഞാൻ എത്രയോ പതിറ്റാണ്ട് കാലമായി സലീം പി മാത്യുവിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു, ഞാനും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. എനിക്കറിയില്ല ഈ മനുഷ്യൻ ഏതാണെന്ന്. അയാളെ ഒരു സുപ്രഭാതത്തിൽ മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് വെക്കുന്നു. എവിടെ നിന്നാണ് ഇയാൾ വരുന്നത്? ഇയാൾ പാർട്ടിക്കാരനല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലുമില്ല. അങ്ങനെയുള്ള ഒരാളിനെ മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് എടുക്കുന്നു. ശ്രീ വിജയകുമാറിന് അറിയാമല്ലോ, ഒരു മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് പ്രഥമ പരിഗണന കൊടുക്കുന്നത് പാർട്ടിക്കാർക്കാണ്. കേരളത്തിലെ പാർട്ടിക്കാരെ അതിനുവേണ്ടി പരിഗണിച്ചിട്ടില്ല, ഭൂരിപക്ഷം വരുന്ന പാർട്ടിക്കാരെ പരിഗണിച്ചിട്ടില്ല. സിവിൽ സർവീസ് സംഘടനയിൽ നിന്ന് നേതാക്കന്മാരെ എടുക്കാറുണ്ട്, പലപ്പോഴും എടുക്കാറുണ്ട്. NCPയുടെ സർവീസ് സംഘടനയായിട്ടുള്ള NGO അസോസിയേഷൻ, ആ NGO അസോസിയേഷനിൽ നിന്ന് ഒരാളിനെ പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല. ശ്രീ സലീം പി മാത്യുവിനോട് ഞാൻ വെല്ലുവിളിച്ചു തന്നെ ചോദിക്കുന്നു, അങ്ങനെ പാർട്ടിയുടെ ഏതെങ്കിലും കമ്മിറ്റികൾ തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇന്നവരെയൊക്കെ വെക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുള്ള ഉപസമിതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകളോ മിനിറ്റ്സോ ഉണ്ടെങ്കിൽ വെക്കുക. സ്വജനപക്ഷപാതമാണ് മന്ത്രി നടത്തിയിരിക്കുന്നത്. ശ്രീ സലീം പി മാത്യു, താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഈ 18 പേരെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചതിനെ പറ്റിയുള്ള ഗൗരവമുള്ള ആക്ഷേപമാണല്ലോ ശ്രീ മുജീബ് റഹ്മാൻ ഇവിടെ ഉന്നയിച്ചത്. മറുപടി പറയാം താങ്കൾക്ക്. അന്വേഷണ റിപ്പോർട്ടുണ്ടോ, ഉപസമിതി റിപ്പോർട്ടുണ്ടോ? ഈ 18 പേർ ആരൊക്കെയാണ്? മന്ത്രിയുടെ സ്റ്റാഫിൽ ശ്രീ AK ശശീന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന 8 പേർ ഇപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫിൽ നിലനിൽക്കുന്നുണ്ട്. അവർ പാർട്ടിക്കാരല്ലേ? എന്റെ സംശയമാണ്. AK ശശീന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ സ്റ്റാഫിലുണ്ടായിരുന്ന 8 പേർ ഇപ്പോൾ നിലവിലുണ്ട്. ബാക്കി 4-5 പേർ ഗവൺമെന്റ് സർവീസിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളവരാണ്. 1-2 പേരെ മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം അല്ലെങ്കിൽ മന്ത്രിക്ക് തന്റെ സ്റ്റാഫിൽ കൊള്ളാമെന്ന് തോന്നിയ 3-4 പേരെ നിയമിച്ചിട്ടുണ്ട് അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. അതിലെന്താ ഇത്ര അപകടം എന്തായിരിക്കുന്നത്? അപ്പോൾ ഈ AK ശശീന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അവിടെയും ഈ കാര്യത്തിൽ തികഞ്ഞ ന്യായമായ ഒരു ഡിവിഷനാണ് അവിടെയും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ 1-2 പേർ ശ്രീ മുജീബ് റഹ്മാൻ പറയുന്നത് പോലെ അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ടവരോ കുട്ടനാട് നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളെ അദ്ദേഹം നിയമിച്ചിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിയമിച്ചിട്ടുണ്ട്. അതിലെന്ത് അപാകതയുള്ളത്? ഒരു അപാകതയും ഞാൻ കാണുന്നില്ല ഇതിനകത്ത്. തൃപ്തികരമാണോ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ? ഈ മറുപടി താങ്കൾക്ക് കിട്ടിയ വിവരവും ശ്രീ സലീം പി മാത്യു പറയുന്നതും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ അദ്ദേഹത്തിനോട് പേര് പറയാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. എനിക്ക് കൃത്യമായിട്ടുള്ള പേര് വിവരങ്ങളുണ്ട്. മന്ത്രിയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ റിസോർട്ടിലെ ജീവനക്കാരടക്കമുള്ളവർ ഇപ്പോൾ അഡീഷണൽ PS ആയിട്ടുണ്ട്. കഴിഞ്ഞ UDF മന്ത്രിസഭയിലെ ചിലരുടെ സ്റ്റാഫ് അംഗങ്ങളായിരുന്നവർ ഞാൻ പേരെടുത്ത് വേണമെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരെ സ്റ്റാഫിനകത്ത് ലഭിച്ചിട്ടുണ്ട്. ചീഫ് വിപ്പ് ആയിരുന്ന PC ജോർജ് MLA സ്റ്റാഫിലുണ്ടായിരുന്ന ജെയ്സപ്പൻ മത്തായി എന്ന് പറയുന്ന ആള് ഈ മന്ത്രിയുടെ സ്റ്റാഫിലുണ്ടായിരുന്നു. ജെയ്സപ്പൻ മത്തായി ഇപ്പോൾ സ്റ്റാഫിലില്ല. എവിടെ പോയി? എന്തുകൊണ്ട് ജെയ്സപ്പൻ മത്തായിയെ മന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി? ശ്രീ സലീം പി മാത്യു പറയാൻ തയ്യാറാകണം. അതേപോലെ തന്നെ KK ഷാജു MLA PA ആയിരുന്ന ജോൺസൺ G എന്നയാള് ഇപ്പോൾ ഈ മന്ത്രിസഭയില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയില് ശ്രീ തോമസ് ചാണ്ടിയുടെ സ്റ്റാഫ് ആയിട്ടുണ്ട്, PA ആയിട്ടുണ്ട്.
ഞാൻ സലീം ബി മാത്യുവിനോട് ചോദിക്കുന്നു, ഇവരെ നിയമിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണോ? ആരാണ് ഈ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആള്? എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. NCP കാരായിട്ടുള്ള ഞാനൊരു മുൻ NCP ആണ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ NCP കാരനല്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഞാനൊരു അനുഭാവിയാണ്. അത് നിങ്ങൾക്ക് എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒരിക്കലും കഴിയില്ല. അതേപോലെയുള്ള ആൾക്കാര് മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന തോമസ് കോശി, സിമിമോന്, സോണിമോൻ ജോസഫ് തുടങ്ങിയവരൊക്കെ തന്നെ മന്ത്രിയുടെ സ്റ്റാഫിലായിട്ടുണ്ട്. അത് പാർട്ടി എടുക്കാത്ത തീരുമാനമാണ്, പാർട്ടിയുടെ തീരുമാനമല്ല. ഔദ്യോഗികമായി ഉപസമിതി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ആ ഉപസമിതി തീരുമാനമെടുക്കാതെ യോഗം കൂടാതെ മന്ത്രി സ്വയം താല്പര്യമെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതിനെയാണല്ലോ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത്. ഒരു മന്ത്രിയാണെങ്കിൽ മന്ത്രിക്ക് സ്ത്രീധനമായി കിട്ടിയതല്ല മന്ത്രി പദവി എന്ന് പറയുന്നത്. ശ്രീ തോമസ് ചാണ്ടിയുടെ കുടുംബ വീതമല്ല, അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്തായി കിട്ടിയതല്ല മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിലെ ആത്മാഭിമാനമുള്ള NCP പ്രവർത്തകർ ചോര നീരാക്കി പണിയെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മന്ത്രിസ്ഥാനം കിട്ടിയിരിക്കുന്നത്. ആ മന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ കയറാനുള്ള അർഹത എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കി പണിയെടുത്ത പാർട്ടിക്കാർക്ക് അവകാശപ്പെട്ടതാണ്, അല്ലാതെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർക്കല്ല. ശ്രീ സലീം ബി മാത്യു അത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ പല നിയമനങ്ങളെ സംബന്ധിച്ചും ഉണ്ടായിരിക്കുന്നു. ശ്രീ സലീം ബി മാത്യുവിന്റെ നിയമനം തന്നെ വിവാദമായ ഒരു നിയമനമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. അദ്ദേഹം അർഹതപ്പെട്ടയാളാണ്. പക്ഷേ KSRTCയുടെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തേക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ പദവി എന്ന് പറയുന്നത് NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സുഭാഷ് പുഞ്ചക്കോട്ടിലായിട്ട് മാറ്റിവെച്ചതാണ്. ശ്രീ AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തതായിരുന്നു, പാർട്ടി തീരുമാനമെടുത്തതായിരുന്നു. ശ്രീ ഉഴവൂർ വിജയൻ അടക്കമുള്ള ഉപസമിതി ഇരുന്ന് തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കോട്ടയംകാരനായിട്ടുള്ള ശ്രീ സുഭാഷ് പുഞ്ചക്കോട്ടിലിനെ ഡയറക്ടർ ബോർഡ് മെമ്പറാക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത്. മന്ത്രി തോമസ് ചാണ്ടി അധികാരം ഏറ്റെടുത്തതിന്റെ അടുത്ത ദിവസം തന്നെ ആ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ശ്രീ സലീം ബി മാത്യുവിനെ KSRTCയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാക്കി. എല്ലാവർക്കും അറിയാം, പാർട്ടിക്കാർക്ക് അടക്കം അറിയാം, ശ്രീ സലീം ബി മാത്യു കുറെ വർഷങ്ങളായിട്ട് ശ്രീ തോമസ് ചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളാണ്. അങ്ങനെ സ്വജനപക്ഷപാതമാണ് നടത്തിയിരിക്കുന്നത്. ഒരു സന്ദേഹവുമില്ലാതെ തന്നെ തുറന്നു പറയുവാൻ കഴിയും. ശരി, വ്യക്തിപരമായ ഒരു ആരോപണം കൂടി ഉണ്ട് ശ്രീ സലീം ബി മാത്യു, അതുകൊണ്ട് താങ്കൾക്ക് അതിന് മറുപടി പറയാം. ഞാൻ അയോഗ്യനാണെന്ന് ഏതായാലും മുജീബ് പറഞ്ഞില്ലല്ലോ. മുജീബൊക്കെ വിദ്യാർത്ഥി സംഘടന നിൽക്കുന്ന സമയത്ത് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയും നിലവിൽ ഓൾ ഇന്ത്യ കമ്മിറ്റി അംഗവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമാണ്. അതുകൊണ്ട് എൻ്റെ സ്ഥാനം ഞാൻ അയോഗ്യനാണെന്ന് പറയാത്തതിൽ നന്ദിയുണ്ട്. പിന്നെ ഇവിടെ UDF-ന്റെ MLA മാർ, അതായത് തോമസ് ചാണ്ടി MLA ആയിരുന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ PA ആയിരുന്നയാളാണ് ശ്രീ ജോണി. അദ്ദേഹം മന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തന്നെ നിയമിച്ചു. അതിലെന്താ തെറ്റെന്താ ഉള്ളത്? മന്ത്രിക്ക് ഒരു ഗൺമാനെ ഗവൺമെന്റ് അനുവദിക്കുമ്പോൾ മന്ത്രിക്ക് ഇഷ്ടമുള്ളയാളെ ഗൺമാനായിട്ട് ഡ്രൈവറെ നിയമിക്കുന്നത് ബിപിൻ ജോർജ് അദ്ദേഹത്തിന്റെ ബന്ധുവായിരിക്കാം. അതിനെന്താ തെറ്റെന്താ? അത് മന്ത്രി എന്ന നിലയിൽ ഒരു സർക്കാർ സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ മേലധികാരിയെ നിയമിക്കുന്ന പോലെയല്ല, ബന്ധുവിനെ നിയമിക്കുന്ന പോലെയല്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവർ, അദ്ദേഹത്തിന് ഏറ്റവും വിശ്വാസമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവറായി വരുന്നത്. അദ്ദേഹത്തിന്റെ ഗൺമാനായി വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലീസുകാരനാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ വരേണ്ടത് അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആളുകളാണ്. പക്ഷേ ഒരു മര്യാദ കാണും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ മന്ത്രിയുടെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന 8 പേരെ അവിടെ നിലനിർത്തിയിട്ടില്ലേ? അതെന്താ കാണാത്തതെന്താ? അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി മുൻ ഛത്തീസ്ഗഡ് ചീഫ് സെക്രട്ടറി ആയിരുന്ന റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ വളരെ കഴിവുള്ള ഒരു ടീമിനെയാണ് അദ്ദേഹം അവിടെ വെച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ നിവേദന അധികാരമാണത്. അതിൽ വലിയ അപാകതയൊന്നും ഞാൻ കാണുന്നില്ല. ശരി, ഞാൻ രണ്ടുപേരിലേക്കും വരാം. നമുക്ക് ഇപ്പോൾ A ഷുക്കൂർ കൂടി ആലപ്പുഴ സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തിലേക്ക് പോയിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ A ഷുക്കൂർ, ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? NCP മന്ത്രിയെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ രാജിവെക്കാമെന്ന് തോമസ് ചാണ്ടി പറഞ്ഞതാണ്. മുഖ്യമന്ത്രി ആവശ്യപ്പെടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് താങ്കൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. കളക്ടറുടെ അടുത്ത തെളിവെടുപ്പ് ഇനി 4-ാം തീയതി നടക്കുന്നു. ഇപ്പോൾ വന്ന ഇടക്കാല റിപ്പോർട്ട് അംഗീകരിക്കില്ല എന്ന് NCP അറിയിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനാവില്ല എന്ന് റവന്യൂ മന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ? ഈ കാണുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്. ഒന്നും നടക്കാത്ത, അതായത് മുഖ്യമന്ത്രി എല്ലാത്തിനും
വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാളെ പോലെ തോമസ് ചാണ്ടിയെ പിന്തുണയ്ക്കുകയാണ്, അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. പ്രതിപക്ഷ നേതാവ് വിജിലൻസ് അന്വേഷണത്തിന് കൊടുത്തു, ക്വിക്ക് വെരിഫിക്കേഷന്റെ സമയം കഴിഞ്ഞു, എന്നിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ക്വിക്ക് വെരിഫിക്കേഷൻ പോയി നടപടിയിലേക്ക് പോകേണ്ട ഒരു കേസിൽ നിയമോപദേശം ചോദിക്കാൻ നിൽക്കുകയാണ്. DGP എന്ന് പറയുന്നയാൾ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഡയറക്ടർ നമ്മുടെ വിജിലൻസിന്റെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. തികഞ്ഞും ഏകപക്ഷീയമായ ഒരു 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 നടപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് തോമസ് ചാണ്ടിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്രയോ പകൽ പോലെ വ്യക്തമാകുന്നു. NCPക്കകത്ത് തന്നെ ഇത് സംബന്ധിച്ച് തോമസ് ചാണ്ടിക്കെതിരെ അനവധി ആക്ഷേപം. മുജീബ് റഹ്മാന്റെ മാത്രമല്ല, ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റന്മാർ മറ്റ് 8 പേർ യോഗം ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നു, നടപടിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു. മുൻ പ്രസിഡന്റായിരിക്കുന്ന ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് വലിയ ആക്ഷേപം. ഉഴവൂർ വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പീഡനങ്ങൾ തോമസ് ചാണ്ടിയുടേത് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ആക്ഷേപം ഉൾപ്പെടെ അദ്ദേഹം കൊടുത്ത പണം പോലും തിരിച്ചു നൽകിക്കൊണ്ടുള്ള അതിശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നു. അപ്പോൾ NCP ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ NCP ആണ് കേരളത്തിൽ എന്നുള്ളതാണ് മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി എങ്ങോട്ട് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ നിയമവ്യവസ്ഥ എങ്ങോട്ട് പോകുന്നു? യാർക്ക് തോമസ് ചാണ്ടിക്ക് വേണ്ടി ഏത് ക്രൂരകൃത്യവും ചെയ്യാൻ ഈ ഭരണമുന്നണി LDF എന്ന് പറയുന്ന സംവിധാനം പോകുന്നു എന്നുള്ളൊരു തോന്നലാണ് ഇന്ന് കേരളീയ സമൂഹത്തിനുള്ളത്. നമുക്കറിയാം, ഈ അന്വേഷണങ്ങളുടെ സ്ഥിതി നമുക്കൊന്നെടുക്കാം. ഇവിടെ ഏഷ്യാനെറ്റ് ചാനലിന് നേരെ കയ്യേറ്റമുണ്ടായി, അതിക്രമമുണ്ടായി. ഇന്ന് 12 ദിവസം പിന്നിടുന്നു. അത് സംബന്ധിച്ച് പോലീസിന് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പോലീസ് സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസാണ്, അതിമിടുക്കന്മാരാണെന്നാണ് പറയുന്നത്. ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെയാണ് ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എവിടെ പ്രതിയെ പിടിക്കാനാകുന്നില്ല. അപ്പോൾ തോമസ് ചാണ്ടി എത്രമാത്രം ശക്തനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തോമസ് ചാണ്ടി ഇവിടെ പറഞ്ഞു, തോമസ് ചാണ്ടി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അയ്യോ പാപം, തോമസ് ചാണ്ടിയെ പോലെ ഇത്ര നിരുപദ്രവകാരിയായ ഒരാള് നമ്മുടെ സംസ്ഥാനത്തിന് മാതൃകയാണെന്നാണ് അവിടെ ആളുകൾ പറയുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? ഏത് സർക്കാർ ഓഫീസിലെ രേഖകളാണ്, രഹസ്യമായി സൂക്ഷിക്കേണ്ട രേഖകളാണ് തിരുമറ നടത്തി വ്യാജരേഖ ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്? ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ഫയലുകൾ അതിൽ നിന്ന് മോഷണം പോയി അന്നാണ് പറയുന്നത്. ഫയലുകൾ കാണുന്നില്ല. ഫയല് തിരിച്ചു വന്നപ്പോൾ രേഖകളെല്ലാം പ്രത്യക്ഷമാകുന്നു. ആ ഫയല് പോയതിന്റെ പേരിൽ 4 പേരെ സസ്പെൻഡ് ചെയ്യുന്നു. അത് 2 യൂണിയനിൽപ്പെട്ടവരുണ്ട്. ഒരാൾ കോൺഗ്രസ് സംഘടനയുടെ ഭാഗം, ബാക്കിയുള്ളവർ CPM സംഘടനയുടെ ഭാഗം. അവരെ 4 പേരെ സസ്പെൻഡ് ചെയ്തു. 2 കോടി രൂപ നഷ്ടം വന്നത് പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി തിരിച്ചു പിടിക്കാൻ നഗരസഭ തീരുമാനിക്കുന്നു. ആ നഗരസഭയ്ക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ തോമസ് ചാണ്ടിയുടെ പിന്തുണയും ഒത്താശയോടുകൂടി തോമസ് ചാണ്ടിയുടെ ഒരു അയൽവാസിയായ ഒരു KSKTUവിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവായിരിക്കുന്നയാൾ സമരത്തിന് ആഹ്വാനം കൊടുക്കുകയാണ്. കഞ്ഞിവെക്കുന്നു, അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് ശമ്പളം വാങ്ങി ജോലി ചെയ്യാതെ സമരം ചെയ്യുന്നു. അത് എൻ്റയർ മുനിസിപ്പൽ തൊഴിലാളികൾ CPMന്റേത്, കോൺഗ്രസ് സംഘടനയുടെ ആളുകൾ കയറുന്നു. ഇതാണ് സ്ഥിതി. എങ്ങനെ പോകും നമ്മുടെ സംസ്ഥാനത്ത്? അതാണ് താങ്കൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. കോൺഗ്രസിന്റെ വിശദീകരണം ഞാൻ വരാം. ശ്രീ ഷുക്കൂർ, താങ്കളിലേക്ക് വരാം. ശ്രീ സലീം പി മാത്യു, ഇതിൽ ഒരു മുജീബ് റഹ്മാനെതിരെ നടപടിയെടുത്തത് കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ കഴിയുമോ? കാരണം ഈ വിവാദങ്ങളുടെ തുടക്കത്തിൽ എറണാകുളത്ത് NCPയുടെ ഓഫീസിൽ ഒരു യോഗം നടത്തിയല്ലോ. ആ യോഗത്തിൽ NCPയുടെ എത്രയോ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ പങ്കെടുത്തിരുന്നു. മന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം വേണം എന്നതടക്കമുള്ള ഗൗരവമുള്ള വിഷയങ്ങൾ ആ യോഗത്തിൽ ഉയർന്നു വന്നതായി മാധ്യമങ്ങളോട് അവർ സംസാരിച്ചുവല്ലോ. ആ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ട്? ഇപ്പോൾ 3 ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വിശദീകരണം തേടാൻ പോകുന്നു. നമ്മൾ അറിഞ്ഞത് ഏതാണ്ട് 5 or 6 ജില്ലാ കമ്മിറ്റികൾ കത്തെഴുതുന്നു. തെളിവ് ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല, ഞാൻ വാർത്തകൾ പറയുകയായിരുന്നു. ഈ മുജീബ് റഹ്മാനെതിരായ നടപടി കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരുമോ? പാർട്ടിക്കകത്ത് ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. അത് മുഴുവൻ ഒരു നടപടിയെടുത്ത് മൂടി വയ്ക്കാനോ അല്ലെങ്കിൽ വായടപ്പിക്കാനോ NCPക്ക് കഴിയുമോ? ഏതു പാർട്ടിയായാലും സംഘടനയായാലും
ആ പാർട്ടിക്കും സംഘടനയ്ക്കും അതിൻ്റേതായ സാമാന്യ മര്യാദകളും പെരുമാറ്റച്ചട്ടവുമുണ്ട്. ഏത് വിഷയമായാലും NCP ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ളതിൽ എത്ര ഉന്നതനായ നേതാവായാലും ശരി, ആ നേതാവിനെതിരെ പരാതി ഉണ്ടെങ്കിൽ പരാതി ബോധിപ്പിക്കാനുള്ള സംവിധാനം NCPയിലുണ്ട്. ഈ രാജ്യത്തെ ഈ 18 വർഷമായ ഈ പാർട്ടി, ഞാൻ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, സംഘടനാപരമായി ചിട്ടയായി തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ വരുന്ന കമ്മിറ്റികളാണ്, മെമ്പർഷിപ്പ് നടത്തി അധികാരത്തിൽ വരുന്ന കമ്മിറ്റികളാണ് ഈ പാർട്ടിക്ക് ഈ രാജ്യത്തുള്ളത്. അപ്പോൾ അങ്ങനെ പറയേണ്ട വേദികളിൽ പറയാതെ ചാനൽ മാധ്യമങ്ങളിലൂടെ മാത്രം പരസ്യമായി അവഹേളിക്കുന്ന നിലപാടിലേക്ക് പോയാൽ അതിൻ്റെ ആദ്യ നടപടി എന്നുള്ള നിലയിൽ ശ്രീ മുജീബ് റഹ്മാനെ NYCയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നീക്കുകയുണ്ടായി, ഏതാണ്ട് 10 ദിവസം മുമ്പ്. അതിനുശേഷവും അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നപ്പോൾ ഏതെങ്കിലും ഒരു നേതൃത്വത്തിന് കണ്ടു നിൽക്കാനാകുമോ? അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് മാത്രമല്ല, അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം കൂടിയാണ്. അതുകൊണ്ട് ദേശീയ നേതൃത്വമാണ് ഇന്ന് നടപടിയെടുത്തിരിക്കുന്നത്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിന് പുറത്താക്കിക്കൊണ്ട്. ഇത് മാത്രമല്ല, അത് ഈ പാർട്ടിയിൽ പരസ്യമായി ഈ വിടുപ്പലക്കലിന് തയ്യാറായ ആ വ്യക്തികളോട് വിശദീകരണം ചോദിക്കാനും പാർട്ടി ദേശീയ സമിതി സംസ്ഥാന ഘടകത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടക്കും, വിശദീകരണം ചോദിക്കും, ആവശ്യമെങ്കിൽ നടപടിയെടുക്കും. അതെല്ലാം ഈ പാർട്ടി എന്നല്ല ഏത് പാർട്ടിക്കായാലും ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അച്ചടക്ക നടപടി എന്ന് പ്രതികാര നടപടിയൊന്നുമില്ല. തോമസ് ചാണ്ടിക്കെതിരെ പറഞ്ഞുകൊണ്ട് ആർക്കും, തോമസ് ചാണ്ടിക്ക് എന്നല്ല ആർക്കെതിരെയും ഈ പാർട്ടിയിൽ പരാതി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അത് ആരോപണങ്ങൾ, താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുരുതരമായ ആരോപണങ്ങൾ, ആരോപണങ്ങളെ പറ്റി പാർട്ടിക്ക് ഒരു അന്വേഷണത്തിന് ഒരു സമിതിയെ വെക്കാമായിരുന്നുവല്ലോ. ഈ തോമസ് ചാണ്ടിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ ആരോപണം ഉന്നയിക്കുന്നവരെ പുറത്താക്കുക എന്നതിൽ എന്ത് നീതിയാണുള്ളത്? ആ ആരോപണങ്ങളെ പറ്റി ഒരു അന്വേഷണം നടത്തി ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉയർത്തി കാണിക്കുന്ന കളക്ടർ റിപ്പോർട്ടിന് ഒരു മറുപടി നിങ്ങൾക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് എടുത്തു കാണിച്ചുകൊണ്ട് പറയാമായിരുന്നല്ലോ. ഇവിടെ തോമസ് ചാണ്ടിക്കെതിരായ ആരോപണങ്ങളിൽ ഒരു നടപടിയുമില്ല, ഒരു അന്വേഷണവുമില്ല, അദ്ദേഹത്തിന് ക്ലെയിം ചിറ്റ്. എന്നാൽ തോമസ് ചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച നേതാക്കളോട് ഒരു വിശദീകരണവും തേടാതെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ഇത് എന്ത് നീതിയാണ് NCPയിൽ നടക്കുന്നത്, ശ്രീ സലീം ബി മാത്യു? ശ്രീ മുജീബ് റഹ്മാനെ പോലെ പാർട്ടിയിൽ ഉന്നതമായ പദവി വഹിക്കുന്ന ഒരാൾ, യൂത്ത് കോൺഗ്രസ്, നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം പരാതി ഉന്നയിക്കേണ്ടത് പത്രപ്രസ്താവനയിലൂടെ അല്ല, ഒരു മന്ത്രിക്കെതിരെ പരാതി ഉന്നയിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പാർട്ടിക്ക് സംസ്ഥാന കമ്മിറ്റിയുണ്ട്, അഖിലേന്ത്യാ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിൽ പരാതി കൊടുക്കണം. ആ പരാതി ഇതുവരെ നാളിതുവരെ പരാതി കൊടുത്തിട്ടുണ്ടോ? ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഈ പരാതി പരസ്യമായി വിഴുപ്പലക്കുന്നവരാരും ഒരു പരാതിയും രേഖാമൂലം കൊടുത്തിട്ടില്ല. വഴിയെ പറഞ്ഞു പോകുന്നതിന്, ചാനൽ പറയുന്നതിന് മറുപടി പറയേണ്ട ബാധ്യത പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ ഇല്ല. അതുകൊണ്ട് ആ രീതിയിൽ ഈ പാർട്ടിക്കുള്ളിൽ ഈ വിഷയത്തിൽ ഒരു പിന്തുണ ആർജിക്കാൻ താങ്കൾക്ക് എന്തുകൊണ്ട് കഴിയാതെ പോയി? എന്തുകൊണ്ടാണ് NCPയിലുള്ളവരെല്ലാവരും ഈ നിശബ്ദരായിരിക്കുന്നത്? പാർട്ടിക്ക് ഒരു MLA ഉണ്ടല്ലോ, ഒരു MLA കൂടി ഉണ്ടല്ലോ, ഒരു മുൻ മന്ത്രിയുമാണല്ലോ അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു? പാർട്ടിയിൽ നിന്ന് പുറത്താകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണോ? താങ്കൾക്കെതിരായ നടപടി അവരെയൊക്കെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ശ്രീ വിജയകുമാർ ചോദിച്ച ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നുണ്ട്, അവരാരും നിശബ്ദരല്ല. അതുകൊണ്ടാണല്ലോ, നിശബ്ദരല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർക്കാൻ ഇവർ ഭയപ്പെടുന്നത്. TP പിതാംബരം മാസ്റ്റർ എന്തുകൊണ്ട് തോമസ് ചാണ്ടിക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കുന്നു? ശ്രീ TP പിതാംബരം മാസ്റ്ററുടെ മകൻ KSRTCയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. അദ്ദേഹം തോമസ് ചാണ്ടി അനുകൂലിച്ചില്ലെങ്കിൽ TP പിതാംബരം മാസ്റ്ററുടെ മകനെ KSRTCയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് മാറ്റും, ഒരു സംശയം വേണ്ട. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ശ്രീ വിജയകുമാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ശ്രീ സലീം ബി മാത്യു എന്ന് പറയുന്ന ആള് ശ്രീ തോമസ് ചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മന്ത്രിയുടെ സ്റ്റാഫിലുള്ള ബിബിൻ ജോർജ് മന്ത്രിയുടെ ബന്ധുവാണ്, ബന്ധുവിനെ സ്റ്റാഫിൽ നിയമിച്ചാൽ എന്താണ് പ്രശ്നമെന്നാണ് ചോദിച്ചത്.
ശ്രീ വിജയകുമാർ ഒന്ന് ആലോചിക്കുക, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രസക്തമായ, നാളെ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഏറ്റവും പ്രസക്തമായ വരികളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ബന്ധുവിനെ തോമസ് ചാണ്ടി നിയമിച്ചിരിക്കുന്നു, തന്റെ സ്റ്റാഫിൽ നിയമിച്ചിരിക്കുന്നതായി തോമസ് ചാണ്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സഹപ്രവർത്തകൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിനപ്പുറം പിന്നെന്ത് വേണം? സ്വജനപക്ഷപാതമാണ് നടത്തിയിരിക്കുന്നത്. എന്താണ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയുന്നത്? തന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടോ അനർഹമായിട്ടോ അർഹമായിട്ടോ എത്തരത്തിൽ യാതൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രീ എ കെ ശശീന്ദ്രൻ അടക്കമുള്ള പാർട്ടിയുടെ 8 ജില്ലാ പ്രസിഡന്റ്മാർ, 8 സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ ഒപ്പിട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് നിവേദനം കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തില്ലല്ലോ എന്നാണ് ആദ്യമായിട്ട് ശ്രീ സലീം ബി മാത്യു ചോദിച്ചത്. ഒരു പരാതി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് അറിവ് കൊടുക്കേണ്ടത് ആരാണ്? കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പക്ഷെ ഇവിടെ എന്താണ് ശ്രീ വിജയകുമാർ ആദ്യം ചോദിച്ചതുപോലെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പീതാംബരം മാസ്റ്റർ പറയുന്നത് തോമസ് ചാണ്ടി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര വിരോധാഭാസമാണ്. ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണ്ടല്ലേ? കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഉയർത്തിയ അതീവ ഗുരുതരമായ ഒരു ആരോപണം. ആ ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എന്താണ് ചെയ്യേണ്ടത്? പാർട്ടി തലത്തിൽ അന്വേഷിക്കുന്നു. CPM-ലാണെങ്കിലും CPI-ലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും BJP-യിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു BJP-യിൽ ഈയിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ കമ്മീഷനെ അവർ വെച്ചു. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് കൊടുത്തു. അതേപോലെ തന്നെ റിപ്പോർട്ടാണ് ചെയ്യേണ്ടത്. ശ്രീ വിജയകുമാറിനോട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ NCP-യുടെ നേതൃത്വം ഇപ്പോൾ എനിക്കെതിരെ ഒരു അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നു. ഏതൊരാളിനെയും വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതിന് മുമ്പ് അയാളെ കേൾക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയുണ്ട്. അയാളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ എന്നോടൊരു വിശദീകരണവും ചോദിച്ചിട്ടില്ല. എന്റെ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്നുള്ളതല്ലാതെ എന്നോട് നാളിതുവരെ ഒരു വിശദീകരണം ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു ശ്രീ സലീം ബി മാത്തിനോട്. ചർച്ചിൽ അലിമാവോ എന്ന് പറയുന്ന ആളിനെ താങ്കൾക്കറിയാമായിരിക്കുമല്ലോ. ഗോവയിലെ MLA ആണ് അദ്ദേഹം, NCP-യുടെ MLA ആണ്. ചർച്ചിൽ അലിമാവോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്തത്? ഇപ്പോഴും ചർച്ചിൽ അലിമാവോ NCP-കാരനാണ്. അദ്ദേഹം BJP-ക്കാണ് വോട്ട് ചെയ്തത്. അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള BJP-യുടെ നേതാവിനാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. ഇക്കഴിഞ്ഞ ഗുജറാത്തിലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, അഹമ്മദ് പട്ടേൽ വിജയിച്ച തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ NCP-യുടെ ഒരു MLA ആർക്കാണ് വോട്ട് ചെയ്തത്? BJP-ക്കാണ് വോട്ട് ചെയ്തത്. അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്റെ പാർട്ടി? അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. എനിക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ഞാൻ അഴിമതിക്കെതിരെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്റെ മന്ത്രി രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എനിക്കെതിരെ നടപടി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ആത്മാഭിമാനമുള്ള ബഹുഭൂരിപക്ഷം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം AK ശശീന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നില്ല? ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ TP പീതാംബരൻ മാസ്റ്റർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ പോലും ശേഷിയില്ലാത്തത്ര ദുർബലമാണോ തോമസ് ചാണ്ടി വിരുദ്ധ പക്ഷം എന്ന് പറയുന്ന ഈ NCP-യിലെ ഈ AK ശശീന്ദ്രനോടൊപ്പമുള്ള നേതാക്കൾ? നേരത്തെയൊക്കെ 9 ജില്ലാ കമ്മിറ്റികൾ തോമസ് ചാണ്ടിക്കെതിരാണ് എന്നതായിരുന്നു കേട്ടത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എറണാകുളം യോഗത്തിൽ 8 ജില്ലാ പ്രസിഡന്റുമാർ പങ്കെടുത്തിരുന്നു എന്നാണ് അതിൽ നേതാക്കന്മാർ അവകാശപ്പെട്ടത്. അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? അവരെയൊക്കെ തോമസ് ചാണ്ടി അദ്ദേഹത്തിനൊപ്പം നിർത്താൻ തക്ക നിലയിലേക്ക് അവരെയൊക്കെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ? അല്ല, അങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് പിന്നാലെ പായുന്നവരല്ല ഇവരാരും തന്നെ. ശ്രീ വിജയകുമാറിന് അറിയാമല്ലോ, ഞാനൊക്കെ അടക്കമുള്ളവർ പഴയ കോൺഗ്രസ് എസ്സുകാരാണ്. ഞങ്ങൾ കോൺഗ്രസ് എസ് 1999 ജൂൺ മാസം 10-ാം തീയതി NCP രൂപം കൊണ്ടതിന് ശേഷം ഈ പാർട്ടിയിലേക്ക് ലയിച്ചതാണ്. അന്നത്തെ പഴയ കോൺഗ്രസ് എസ് ആണ് പിന്നീട് കേരളത്തിൽ NCP ആയിട്ട് വരുന്നത്. അപ്പം അന്ന് മുതലേ ഉള്ള ഒരുതരം ശ്രീ സലീം ബി മാത്യുവും അതിന്റെ ഭാഗം തന്നെയാണ്. ആദർശ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന NCP-കാരും. ഒരു പരിശുദ്ധിയുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ്. അവരൊരിക്കലും ഈ പറയുന്നത് പോലെ തന്നെ പരസ്യമായി തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നവരല്ല.
കാര്യം അവരെല്ലാവരും പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ വേദികൾ തുറന്നിടുന്നില്ല, പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കൂടുന്നില്ല, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കൂടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഉഴവൂർ വിജയൻ മരിച്ചിട്ട് 2 മാസം പിന്നിട്ടിരിക്കുന്നു. പാർട്ടിയുടെ നേതൃത്വം ഇന്നേ വരെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു അനുശോചന യോഗം പോലും കൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്റെ പാർട്ടി നേതൃത്വം ഇവരെ, ഞങ്ങളെ പോലുള്ളവരെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ള കാര്യം. അങ്ങനെ എക്സിക്യൂട്ടീവ് യോഗം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് തോമസ് ചാണ്ടിക്ക് എതിരായിട്ടുള്ളവരായിരിക്കും. ശ്രീ തോമസ് ചാണ്ടിക്ക് ഈ നാട്ടിലെ കേരളത്തിലെ NCP പ്രവർത്തകരിൽ എത്ര പേരെ അറിയാം, എത്ര പോഷക സംഘടനകളുണ്ടെന്ന് അദ്ദേഹത്തിന് പറയാമോ? ഞാനും അദ്ദേഹവുമായിട്ട് വേണമെങ്കിൽ നേർക്കുനേർ സംസാരിക്കാൻ തയ്യാറാണ്. പാർട്ടിയുടെ പൂർണ്ണമായ ഘടനയെ സംബന്ധിച്ച് അറിയാമോ? അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം സ്വാധീനം ചെലുത്തി, അവിടെ കേന്ദ്ര കമ്മിറ്റിയിൽ പോയി സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് എന്നെ അടക്കമുള്ളവർക്കെതിരെ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ നടപടിക്ക് ശരത് പവാറും പ്രഫുൽ പട്ടേലും ഒക്കെ തോമസ് ചാണ്ടിക്കൊപ്പമാണ്. പിന്നെ എങ്ങനെയാണ് ഈ കാര്യത്തിൽ തോമസ് ചാണ്ടിക്കെതിരെ ഒരു അഭിപ്രായ രൂപീകരണം പാർട്ടിയിൽ നടക്കുക? ഒന്നുകിൽ ദേശീയ നേതൃത്വമെങ്കിലും ഇക്കാര്യത്തിൽ ഇടപെടണം. അവരിടപെട്ടിട്ടില്ല. ശരത് പവാറും പ്രഫുൽ പട്ടേലും ഒന്നും ഇടപെട്ടിട്ടില്ല. പ്രഫുൽ പട്ടേൽ കേരളത്തിൽ വരാത്തത് പോലും ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തണ്ട എന്ന് തീരുമാനിച്ചിട്ടാണെന്ന് കേൾക്കുന്നു. പിന്നെ എവിടെയാണ് ശ്രീ മുജീബ് താങ്കളൊക്കെ ഉന്നയിക്കുന്ന പ്രശ്നം ചർച്ച ചെയ്യാൻ പോകുന്നത്? അത് പ്രസക്തമായൊരു ചോദ്യമാണ്. അവർ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇന്ത്യയിൽ ആകെ ഈ പാർട്ടി അധികാരത്തിലിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു മന്ത്രിയെ തൽക്കാലം മാറ്റുവാനായിട്ട് ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിലപാട് കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുമ്പോൾ ആ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നീതി ലഭ്യമാകും എന്ന് കരുതുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് ശ്രീ വിജയകുമാർ, കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റ് ഒരുപക്ഷെ വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ വളരെ അടിയന്തരമായും ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, അന്വേഷണ റിപ്പോർട്ട് ഇവിടെ വായിച്ചു. ആ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ, പ്രാഥമികമായ കണ്ടെത്തലുകളെ സംബന്ധിച്ച് നിയമമറിയാവുന്ന സാമാന്യ നോളജുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. കളക്ടറുടെ റിപ്പോർട്ടിനകത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നുണ്ട്. വാട്ടർ വേൾഡ് കമ്പനി ഇത് സംബന്ധിച്ചുള്ള കയ്യേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംബന്ധിച്ചിരിക്കുന്നു. ശ്രീ സലീം പി മാത്യു അടക്കമുള്ള NCPയുടെ ചില ഭാരവാഹികൾ ചാനലുകളിൽ വന്നിരുന്നിട്ട് എന്താ പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? നിങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്? അല്ല, അവർ പാർട്ടിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ശ്രീ മുജീബ് റഹ്മാൻ അവർ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ്, തോമസ് ചാണ്ടിക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ ഒരു നിമിഷം ഞാൻ വരാം. ശ്രീ A. ഷുക്കൂർ, ഇവിടെ ഇപ്പോൾ വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? ഇപ്പോൾ NCP പറഞ്ഞതെന്താണ്? 4 സെന്റ് കയ്യേറാൻ തോമസ് ചാണ്ടിക്ക് എന്തിനാണ് ഈ 4 സെന്റ്? തോമസ് ചാണ്ടി വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അതിലിനി സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ അത് നികത്തിയിട്ടുണ്ടാവും. അത് വിട്ടുകൊടുത്തേക്കാം. ഗവൺമെന്റ് പറഞ്ഞാൽ മതി ഇത് ഏതാണ് ഗവൺമെന്റിന്റെ ഭൂമി എന്ന്, അത് വിട്ടുകൊടുത്തേക്കാം. അപ്പോൾ വേങ്ങര എന്നതാണോ യഥാർത്ഥ പ്രശ്നം? വിജയകുമാറെ, തോമസ് ചാണ്ടി ഏത് വിധേനയും ഈ കെണിയിൽ നിന്ന്, അതായത് ഈ നിയമലംഘനങ്ങളുടെ യഥാർത്ഥ ചിത്രത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നിയമലംഘനങ്ങൾ നിരവധി, സ്വജനപക്ഷപാതം നിരവധി, കയ്യേറ്റമൊന്നും ഇല്ലെന്നാണ് സലീം പി മാത്യു പറയുന്നത്. ആ മാർത്താണ്ഡക്കായലിൽ പോയിന്ന് നോക്കണം. അവിടുത്തെ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് 2011 പുറത്തു വന്നിട്ടുണ്ട്. 2 സ്ഥലത്ത് കയ്യേറിയത് സ്കെച്ച് ഉൾപ്പെടെ കളക്ടർക്ക്, തഹസിൽദാർക്ക് കൊടുത്ത റിപ്പോർട്ട് ഇത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ കയ്യേറ്റം നിരവധി, ഭൂമിനകത്ത് നീർച്ചാലുകൾ അല്ലെങ്കിൽ തണ്ണീർത്തടം, കായൽ നിലം 5 സെന്റ് വീതം കൊടുത്തത് പാവങ്ങളുടേത് തട്ടിയെടുത്തുകൊണ്ട് അത് നികത്തിക്കൊണ്ടിരിക്കുന്നു. അത് നികത്തുഭൂമി പുരയിടമാണെന്നാണ് പറയുന്നത്. കായൽ നിലത്ത് എവിടെയാണ് പുരയിടം? ഏത് പുറംപെട്ടിനോട് ചേർന്നാണ് പുരയിടം കിടക്കുന്നത്? അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് കോടിയേരി ബാലകൃഷ്ണനെ കൂടെ നിർത്തി അവർ ഇതിനെ അട്ടിമറിക്കാൻ നോക്കുകയാണ്. ഈ അന്വേഷണത്തെ, അത് വിജിലൻസ് അന്വേഷണത്തെ അട്ടിമറിക്കാൻ നോക്കുന്നു. വേങ്ങരയുടെ പേര് പറഞ്ഞുകൊണ്ട് കളക്ടറുടെ റിപ്പോർട്ട് താമസിപ്പിക്കാൻ നോക്കുന്നു. കളക്ടറുടെ റിപ്പോർട്ട് താമസിപ്പിച്ചു കഴിഞ്ഞാൽ ചില ന്യായങ്ങൾ കണ്ടെത്താൻ നോക്കുന്നു. അങ്ങനെ ഇത് ഏത് തരത്തിലും തോമസ് ചാണ്ടിയെ സംരക്ഷിക്കുക, രക്ഷിക്കുക എന്ന നിലപാടിലേക്ക് അവർ പോവുകയാണ്. ഇതിൻ്റെ കേരളീയ സമൂഹം കാണുന്നത്
തോമസ് ചാണ്ടിയെ പോലുള്ളവർക്ക് നീതി കൊടുക്കുന്ന ഒരു സർക്കാർ പാവപ്പെട്ടവൻ 5 സെന്റ് നിയമാനുസൃതം നികത്തി വീട് വെച്ചാൽ അത് കുറ്റം. ആ തരത്തിലേക്ക് പോകുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കും. ഒരു സംശയം വേണ്ട. LDF എത്രത്തോളം കാലം തോമസ് ചാണ്ടിയെ താങ്ങുന്നുവോ അത്രത്തോളം കാലം ഈ LDF ദുഷിച്ചു നാറും. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കാലം കനത്ത ശിക്ഷ നൽകുന്നത് നമ്മൾ കാണും. ഒരു സംശയം വേണ്ട. ഇവിടെ തോമസ് ചാണ്ടിക്ക് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ പാപഭാരം ചുമക്കാൻ പോകേണ്ടത് LDF ആണ്, LDF നേതൃത്വമാണ്, പ്രത്യേകിച്ച് CPM ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ശരി, സലീം പി മാത്യു, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എറണാകുളത്തെ യോഗത്തെ പറ്റി ഞാൻ ചോദിച്ചുവല്ലോ, അതിൽ ഏതാണ്ട് ഒരു 7-8 ജില്ലാ പ്രസിഡന്റുമാരടക്കമുള്ള പ്രധാനപ്പെട്ട NCPയുടെ നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിരുന്നു. അവരൊക്കെ തോമസ് ചാണ്ടിക്കെതിരായ ആരോപണങ്ങളുടെ ഗൗരവാവസ്ഥ പാർട്ടി പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പാർട്ടി പരിശോധിക്കാൻ അതിൻ്റെ കമ്മിറ്റികൾ വിളിച്ചിട്ടില്ല. ഇപ്പോൾ മുജീബ് റഹ്മാൻ പറയുന്നുണ്ടായിരുന്നു പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ അവിടുന്ന് പരാതികൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പരിശോധന നടക്കുന്നില്ല എന്ന്. അതായത് കമ്മിറ്റി വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാൻ NCPക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ തോമസ് ചാണ്ടിക്ക് ധൈര്യമില്ല. അത്തരമൊരു ചർച്ച നടന്നാൽ ഈ വിഷയങ്ങളൊക്കെ അതിൽ ഉന്നയിക്കപ്പെടും. വലിയ തോതിലുള്ള വിമർശനം തോമസ് ചാണ്ടി നേരിടേണ്ടി വരും. അതൊഴിവാക്കാൻ തന്ത്രപരമായി ഈ കമ്മിറ്റി വിളിക്കുക എന്നത് വൈകിപ്പിക്കുന്നു എന്ന് വേണ്ടേ അതിൽ നിന്നും അനുമാനിക്കാൻ? ഈ കാര്യത്തിൽ 2 കാര്യങ്ങളുണ്ട്, 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്, മുജീബ് റഹ്മാനെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ പാർട്ടിയുടെ ഒരു മന്ത്രിയെക്കുറിച്ച് ഇത്തരം ഒരു ആരോപണം ചില മാധ്യമങ്ങളിൽ വന്നാൽ സ്വാഭാവികമായി അതിന് നിജസ്ഥിതി മന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടയാളല്ലേ. ഇതിൽ കഴമ്പുണ്ടോ, കാര്യമുണ്ടോ, സത്യമുണ്ടോ എന്നറിയാനുള്ള ചോദിച്ചറിയാനുള്ള ബാധ്യത ശ്രീ മുജീബ് റഹ്മാനുണ്ട്. അദ്ദേഹം നാളിതുവരെ അത്തരമൊരു അന്വേഷണം നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ശ്രീ AK ശശീന്ദ്രൻ പാർട്ടിയുടെ മറ്റൊരു MLA ആണ്. അദ്ദേഹം നാളിതുവരെ ഒരു പരാതിയും ദേശീയ നേതൃത്വത്തിന് കൊടുത്തിട്ടില്ല. മിനിഞ്ഞാന്ന് ശ്രീ AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ബോംബെയിൽ ശ്രീ ശരത് പവാറുമായി കേരളത്തിലെ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മിനിഞ്ഞാന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്ത ആളാണ്. അതുകൊണ്ട് ഇവിടെ ചില ആളുകൾ പരാതി കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ദേശീയ നേതൃത്വത്തിന്റെ മുമ്പിലോ സംസ്ഥാന നേതൃത്വത്തിന്റെ മുമ്പിലോ യാതൊരു ലിഖിതമായ പരാതികളും എഴുതിയ പരാതികളും നാളിതുവരെ കൊടുത്തിട്ടില്ല. ചില ആളുകൾ ചില മുൻവിധിയോടുകൂടി ചില ചാനലുകളിൽ വന്നിരുന്ന് അവരുടെ അഭിപ്രായങ്ങൾ വിളമ്പുന്നതല്ലാതെ നാളിതുവരെ ഇവർ യാതൊരു സംഘടനാപരമായ മര്യാദയും പാലിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ കാര്യത്തിൽ ഇവരുടെ പേരിൽ മാത്രമല്ല, ഇത്തരം അഭിപ്രായങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാരെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളവരോട് വിശദീകരണം ചോദിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. പിന്നെ രാജിവെക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് പക്ഷത്തെ ആളുകൾ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ ചുമതലയാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ നിയമസഭയ്ക്കകത്ത് 6-7 MLA-മാർ നിരാഹാര സത്യാഗ്രഹം വരുന്നില്ലേ? ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രി അന്ന് രാജിവെച്ചിരുന്ന ഇന്നെന്താകുമായിരുന്നു അവസ്ഥ? അവസാനം ഇപ്പൊ ആരോപണം എവിടെ പോയി? അതുകൊണ്ട് പ്രതിപക്ഷം പറഞ്ഞാൽ ഉടൻ തന്നെ രാജിവെച്ച് പോകാനുള്ളതല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നണി മന്ത്രിമാരും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ തീരെ വിവരമില്ലാത്തവരൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അവർക്കറിയാം എന്തിനും നിയമപരമായ ചില നടപടിക്രമങ്ങളുണ്ട്, തെളിവുകൾ വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ നടപടിയെടുക്കാൻ ബോധ്യപ്പെട്ടാൽ മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറെ മാധ്യമങ്ങൾ ഇത്തരം ഒരു ബഹളം സൃഷ്ടിക്കുന്നു. മാധ്യമങ്ങൾ പറഞ്ഞതെല്ലാം വിട്ടേക്കൂ. ഞാൻ ചോദിക്കുന്നത് കളക്ടറുടെ റിപ്പോർട്ടിന്റെ കാര്യമാണ്. ആ കളക്ടറുടെ റിപ്പോർട്ടിൽ 5 കാര്യങ്ങൾ, 5 ക്രമക്കേടുകൾ സംബന്ധിച്ച് എണ്ണി അതിൽ റിപ്പോർട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ടാണ് എന്ന് പറയാം. പ്രാഥമിക റിപ്പോർട്ടിൽ പോലും ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്, ഈ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിക്കപ്പെട്ടു എന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടത് NCP അടക്കമെന്ന് പ്രതിപക്ഷത്തായിരുന്നുവല്ലോ. താങ്കളൊക്കെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ. സ്വാഭാവികമായും അന്ന് മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടത് തെളിവുകൾ കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നോ? കോടതിയുടെ പരാമർശങ്ങളുടെ പേരിൽ പോലും രാജി ആവശ്യപ്പെട്ടിരുന്നില്ലേ? ഇവിടെ
വസ്തുതാപരമായി ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട് കയ്യിൽ. ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ മന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ തെളിവുണ്ട്, അതിൽ ശരിയുണ്ട് എന്ന് ആർക്കും ബോധ്യപ്പെടും. രാജിവെക്കണോ വേണ്ടയോ എന്നൊക്കെ അദ്ദേഹത്തിന്റെ ധാർമ്മികത, രാഷ്ട്രീയ ധാർമ്മികതയാണ്. അതിന്മേലൊന്നും ആർക്കും ഒരാളിനെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ രാജിവെച്ചാൽ മതി, അല്ലെങ്കിൽ NCP ആവശ്യപ്പെട്ടാൽ മന്ത്രി പോയാൽ മതി. NCP ആവശ്യപ്പെട്ടില്ല, മുഖ്യമന്ത്രി രാജി ചോദിക്കത്തുമില്ല എന്നതുകൊണ്ട് മന്ത്രി എല്ലാ ആരോപണങ്ങളിൽ നിന്നും മുക്തനായി എന്ന് മാത്രം പറയരുത്. ഈ അന്വേഷണം ആദ്യം ആവശ്യപ്പെട്ടത് ആരാ? ശ്രീ തോമസ് ചാണ്ടി തന്നെയല്ലേ? തോമസ് ചാണ്ടി ആവശ്യപ്പെട്ടത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമായിരുന്നു. എവിടെ കേന്ദ്ര ഏജൻസി? വ്യക്തമായ നിലപാട് സ്വീകരിച്ച ആളല്ലേ? ഏത് ഏജൻസി? കേന്ദ്ര ഏജൻസി എന്ന് പറയും. ഏത് ഏജൻസിയും അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസി എന്ന് പറഞ്ഞു. കേന്ദ്ര ഏജൻസി എന്ന് പറഞ്ഞു. വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകണ്ട. ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ. അദ്ദേഹം കേരള നിയമസഭയിൽ പറഞ്ഞില്ലേ, 1 സെന്റ് സ്ഥലം കയ്യേറി എന്നറിഞ്ഞാൽ ഞാൻ എന്റെ MLA സ്ഥാനം അടക്കം രാജിവെക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. 4 സെന്റ് സ്ഥലം കയ്യേറി അദ്ദേഹം തന്നെ സമ്മതിച്ചു. നിയമസഭയിൽ പറഞ്ഞ കാര്യമല്ലേ, സഭാരേഖകളില്ലേ? എങ്ങനെ 4 സെന്റ് സ്ഥലം സർക്കാർ ഭൂമിയിൽ മണ്ണിട്ട് എന്റെ ഭൂമിയോടൊപ്പം ചേർത്തു എന്ന് അദ്ദേഹം തന്നെ പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. രാജിവെച്ചില്ലല്ലോ എന്നിട്ട്. ഇല്ലില്ല, അങ്ങനെയല്ല പറഞ്ഞേ. 4 സെന്റ് സ്ഥലം കയ്യേറി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. 1 സെന്റ് സ്ഥലം പോലും അവിടെ വഴി എവിടെ എന്നത് വ്യക്തമാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് അധികാരികളാ തീരുമാനിക്കേണ്ടത്, MLA മന്ത്രിയല്ല തീരുമാനിക്കേണ്ടത്. ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇതിനകത്ത് വെറുതെ പുകപടലം സൃഷ്ടിക്കേണ്ട കാര്യമില്ല. പുകപടലം സൃഷ്ടിക്കേണ്ട കാര്യമില്ല. കളക്ടർ ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രാഥമികമായി കൊടുത്തിരിക്കുന്നു. ഈ കാര്യത്തെ സംബന്ധിച്ച് കളക്ടർക്ക് പ്രാഥമികമായി ബോധ്യപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്ന് വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയോട് ചോദിച്ചിരിക്കുന്നു. അത് 4-ാം തീയതിയാണ് സമയം. 4-ാം തീയതി അതിന്റെ രേഖകൾ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മന്ത്രിയുടെ ഉറപ്പ്, മന്ത്രിയുടെ ആത്മവിശ്വാസം, അത് ഞങ്ങൾ 100% അടിവരയിട്ട് അദ്ദേഹത്തിന് പിന്തുണ. അദ്ദേഹം പറയുന്നത് 100% സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാർട്ടി മന്ത്രിക്ക് പൂർണ്ണമായി പിന്തുണ കൊടുത്തിരിക്കുന്നത്. ശ്രീ ശുക്കൂർ, മന്ത്രിയുടെ ആത്മവിശ്വാസത്തിന് അത്ര വല്ല അടിസ്ഥാനവുമുണ്ടോ? ഈ രേഖകളൊക്കെ മന്ത്രിക്ക് കളക്ടറുടെ മുൻപാകെ 4-ാം തീയതി എത്തിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം NCP നേതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്ന പാർട്ടി. വിജയകുമാർ, അദ്ദേഹത്തിന് വ്യാജരേഖകൾ ഹാജരാക്കാൻ കഴിയും, സത്യസന്ധമായ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ല. അദ്ദേഹം സത്യസന്ധമായ രേഖകൾ ഓരോ ഓഫീസിലും നേരത്തെ ഉണ്ടായിരുന്നു. ആ രേഖകളെല്ലാം അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് കൂട്ടുനിൽക്കുന്നത് അതാത് ഓഫീസുകളിലെ മുൻകാല ജീവനക്കാർ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫായി ഇരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. ഇത് ആലപ്പുഴക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഈ എല്ലാ ഓഫീസിലും ഏതെല്ലാം തരത്തിൽ ഔദ്യോഗിക രേഖകൾ ചോർത്തിയെടുക്കാനുള്ള സാമർഥ്യം, അത് പണത്തിന്റെ പേരിലുള്ള സാമർഥ്യം അദ്ദേഹത്തിനുണ്ട്. അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നു. പക്ഷേ ഒരു സംശയവും വേണ്ട, ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് തോമസ് ചാണ്ടി ഇതിനെല്ലാം ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ഈ കാട്ടിയിട്ടുള്ള നിയമവിരുദ്ധ നിയമലംഘനം ആരാണ് ശ്രീ ശുക്കൂർ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത്? ഒന്നുകിൽ ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തണം. വിജിലൻസ് അന്വേഷണം നടത്തിയിട്ടില്ല, അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല, പാർട്ടി അദ്ദേഹത്തെ പിന്തുണച്ചു. ആരാണ് തോമസ് ചാണ്ടിയെ ശിക്ഷിക്കാൻ പോകുന്നത്? പറഞ്ഞേ പറ്റൂ. അത് അവസാനം രാജിവെച്ച് പുറത്തു പോകണം. കേട്ടില്ല വിജയകുമാർ? ആരാണ് തോമസ് ചാണ്ടിയെ ശിക്ഷിക്കാൻ പോകുന്നത്? ഈ സർക്കാർ ഈ അന്വേഷണം പ്രാഥമിക റിപ്പോർട്ട് കൊണ്ടൊന്നും ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. വിജിലൻസ് അന്വേഷണത്തിന് രമേശ് ചെന്നിത്തല കൊടുത്ത പരാതിയിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ നിയമോപദേശം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആരാണ് തോമസ് ചാണ്ടിയെ ഇനി ശിക്ഷിക്കാൻ പോകുന്നത്? ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ആയതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം നിയമസഭയ്ക്കുള്ളിലും പുറത്തും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങൾ, അവസാനം ഇതിനെയെല്ലാം തമസ്കരിച്ച് അല്ലെങ്കിൽ നാറി പുഴുത്ത് ഈ തോമസ് ചാണ്ടിയെ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങുന്നവർക്കെതിരെ നിയമപരമായ പോരാട്ടം, ഇത് രണ്ടും ഞങ്ങൾ ചെയ്യും. ഒരു സംശയവും വേണ്ട. അവസാനമായി ശ്രീ മുജീബ് റഹ്മാൻ, ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറയണം. താങ്കളുടെ അടുത്ത പരിപാടി എന്താണ്? പാർട്ടിയിൽ നിന്നും പുറത്തായി ഒരു അനുഭാവി എന്ന നിലയിൽ NCPയുടെ ഈ ഭാഗമായി തുടരുകയാണോ? എന്താണ് താങ്കളുടെ അടുത്ത പദ്ധതി? ശ്രീ വിജയകുമാർ, എൻ്റെ പോരാട്ടം ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ.
ഇന്ന് ഞാനാണെങ്കിൽ നാളെ തോമസ് ചാണ്ടിയെ വിമർശിച്ച ജില്ലാ പ്രസിഡന്റുമാരും അടുത്ത ദിവസം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ശ്രീ AK ശശീന്ദ്രൻ MLA ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പുറത്താക്കപ്പെട്ടുവെങ്കിൽ ഈ പാർട്ടിയുടെ അനുഭാവിയായിട്ട് തന്നെ ഞാൻ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകാം. ഇതിന്റെ എല്ലാം അവരെല്ലാം നടപടികൾ എടുക്കുന്നതിന്റെ എല്ലാം പിന്നില് നാളുകളിൽ ശ്രീ AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരരുത് എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ടാണല്ലോ ശ്രീ AK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറല്ല. ഞങ്ങൾ ഈ പാർട്ടിയോടൊപ്പം തന്നെ ജീവന്റെ അവസാന നാൾ വരെ ഞങ്ങൾ ഇതിനോടൊപ്പം ഈ പാർട്ടിയോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ നിൽക്കും. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ മരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ശ്രീ ഉഴവൂർ വിജയന്റെ പാത പിന്തുടർന്നുകൊണ്ട് AC ഷൺമുഖദാസിനെ പോലെ കറകളഞ്ഞ ആദർശമുള്ള നല്ല നേതാവ്, ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്ന ശ്രീ AC ഷൺമുഖദാസിനെ പോലെയും ശ്രീ ഉഴവൂർ വിജയനെ പോലെയുള്ള മഹത്തായ നേതാക്കന്മാർ തുടങ്ങിവെച്ച പാരമ്പര്യത്തിന്റെ പിൻഗാമികളായി ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. നാളെ എന്റെ പാർട്ടി തെറ്റുതിരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം അഴിമതിയാണെന്നും സ്വജനപക്ഷമാണെന്നും ഇപ്പോൾ തന്നെ വെളിവായി കഴിഞ്ഞിരിക്കുന്നു. സലീം പി മാത്യുവിന്റെ വാക്കുകളിലൂടെ സ്വജനപക്ഷപാതം നടത്തിയ മന്ത്രി തോമസ് ചാണ്ടി രാജിവെക്കണം. ശ്രീ സലീം പി മാത്യുവിനെ വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കാൻ ഇനി 1% പോലും അദ്ദേഹത്തിന് അർഹതയില്ല. അല്ല, അതിൽ ശ്രീ മുജീബ് റഹ്മാന് ചെറിയ പ്രശ്നമുള്ളത് ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ബന്ധുക്കളെ നിയമിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, അതായത് ഇപ്പോഴുള്ള ഇടതുമുന്നണിയുടെ അല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് ശ്രീമതി ടീച്ചറുടെ വകുപ്പിൽ ബന്ധുക്കളെ നിയമിച്ചതിൽ പറ്റി പാർട്ടി പിന്നീട് നടത്തിയ ചർച്ചകളൊക്കെ താങ്കളുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ. പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധുക്കളെ നിയമിക്കുന്നു എന്നത് ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കില്ല. അതിൽ കേന്ദ്രീകരിക്കണമോ അതോ തോമസ് ചാണ്ടിക്കെതിരായ മറ്റ് പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ കേന്ദ്രീകരിക്കണമോ എന്നത് താങ്കൾക്ക് പരിശോധിക്കാം. ഏതായാലും താങ്കളുടെ പോരാട്ടം തുടരട്ടെ. ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സലീം പി മാത്യു, ശ്രീ A ഷുക്കൂർ, അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ, എല്ലാവർക്കും നന്ദി. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.